മറ്റ് സംവിധായകരടക്കമുള്ളവർ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നു. എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും കണ്ടില്ല എന്ന് പൊതുസമൂഹം വിചാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? മാധു, എനിക്ക് പറയാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് മാധു ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ കൊട്ടേഷൻ റേപ്പ് മാധു പറഞ്ഞത് അത് കുറ്റാരോപണം മാത്രമാണ്, അത് കോടതിയിൽ ഇരിക്കുന്നതാണ്, സബ് ജൂഡിസ് ആണ്, തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടാകാം, യാഥാർത്ഥ്യമല്ലാത്ത എത്രയോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് അതിൽ സത്യാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞ് അക്വിറ്റ് ചെയ്യുന്ന എത്രയോ കേസുകളുണ്ട്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മാധ്യമം പറയാറുണ്ടോ? ഒരാളെ കുറ്റം ചാപ്പ കുത്തി ഒരാളുടെ തലയിൽ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അത് ആരോപിക്കപ്പെട്ട ആൾ സത്യം, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര മാധ്യമങ്ങൾ അത് കൊടുക്കും? അത് സംഭവിക്കാറില്ല. അപ്പോൾ അത് ഒരു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊട്ടേഷൻ കൊടുത്തൊരു റേപ്പ് സംഭവിച്ചു എന്ന് പറയുന്നത് അത് സബ് ജൂഡിസ് ആണ്, അത് കുറ്റം തെളിയിക്കപ്പെടട്ടെ, അത് കോടതിയിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഇന്ത്യൻ നിയമ സംവിധാനത്തിന് കീഴിൽ ആദ്യമായിട്ടാണ്, അത് ചർച്ച ചെയ്യപ്പെടില്ലേ എന്നാണ് ചോദിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ല, ഞാൻ പറയുന്നത് അത് മാത്രമല്ല. ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ പല കേസുകളും ഫേക്ക് ആയിട്ടുള്ള കേസുകൾ എത്രയോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, സത്യവിരുദ്ധമായിട്ടുള്ള എത്രയോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും മാധ്യമ ശ്രദ്ധയിൽ പെടുമ്പോഴേക്കും ആ ഒരു കുറ്റാരോപിക്കപ്പെട്ട ആൾക്ക് ഉണ്ടാകാവുന്ന ഡാമേജ് എല്ലാം ഉണ്ടായി കഴിയും. നേരത്തെ മാധു പറഞ്ഞതുപോലെ പലർക്കും പല റീൽസ് മാത്രമാണ് ആ ഒരു സമയത്തിൽ കിട്ടുന്ന ഒരു മാധ്യമധർമ്മം എന്നുള്ള രീതി ഒന്നും നോക്കാറില്ല. അത് ഒരു വാസ്തവമാണ്, അതൊരു വശത്ത് നമ്മൾ നിൽക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ചു മുമ്പേ യൂത്ത് കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വീണ പറഞ്ഞു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മിക്ക നടന്മാരും മദ്യപിച്ചാണ് വരുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത്, ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് പൂർണ്ണമായും സിനിമയുടെ അകത്തുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്താണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞങ്ങളാരും. ഞാൻ വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും അല്ല, കാരണം ഞാൻ ഹേമ കമ്മിറ്റി വായിച്ചിട്ടുള്ളതാണ്, റിപ്പോർട്ട് വായിച്ചിട്ടുള്ള ആളാണ്. അതായത് സിനിമയ്ക്കകത്ത് ഫെഫ്ക പോലെ ഒരു സംഘടനയിൽ ആയിരക്കണക്കിന് സ്ത്രീകളുള്ളപ്പോൾ വെറും 42 പേര് അടങ്ങുന്ന ഒരു ചെറിയ സമൂഹത്തിൽ നിന്നും, സ്ത്രീ സമൂഹത്തിൽ നിന്നും ക്രോഡീകരിച്ചെടുത്തിരിക്കുന്ന കുറേ അഭിപ്രായങ്ങളാണ് അതിനകത്തുള്ളത്. അത് പൂർണ്ണമായും സിനിമാ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മിക്ക നടന്മാരും മദ്യപിച്ച് വരികയാണ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. സിനിമാ മേഖലയിൽ എല്ലാവരും മദ്യപിച്ച് ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് തന്നെ വളരെ ജനറലൈസ് ചെയ്യുകയും മറ്റ് നടന്മാരെയും അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യൻസിനെയും ബാധിക്കുന്ന കാര്യമാണ്. ശ്രീ സന്ദീപ് സെനൻ, അതായത് എല്ലാ നടന്മാരും പരാമർശമില്ല, വിക്ടിം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇപ്പൊ വായിച്ചതിൽ പറയുന്നുണ്ട് മിക്ക നടന്മാരും, അത് ഒരു വിക്ടിം പറഞ്ഞ, അല്ലെങ്കിൽ ചില വിക്ടിമായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞ കാര്യം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, ഇത് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ എന്തു ചെയ്തു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ വിശുദ്ധ വചനങ്ങളാണ്, അത് മുഴുവൻ അപ്പാടെ വിഴുങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം വീണയ്ക്ക് പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ റിപ്പോർട്ട്, ഔദ്യോഗിക സ്വഭാവമുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തു ചെയ്തു എന്നാണ് വീണ ചോദിച്ചത്. അത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ 2 മെമ്പേഴ്സും കൂടിയുണ്ട്. പ്രമുഖയായിട്ടുള്ള നടി ശ്രീമതി ശാരദ, ഒരു ശ്രീമതി വത്സല, ഇവർ 3 പേരുടെ റിപ്പോർട്ടുണ്ട്. ശ്രീമതി ശാരദ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് ഇവർ പറയട്ടെ. സിനിമയ്ക്കകത്ത് അവർക്ക് കുറെ കൂടെ അവരും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, സിനിമയ്ക്കകത്തുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ ഇത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്ന് നമുക്ക് സ്വാഭാവികമായും പറയാം. പക്ഷേ വീണ ഉന്നയിച്ച ഒരു കാര്യം, ഈ ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട്, ഇത്ര ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് അല്ല, ഇതിലെന്താ പ്രശ്നം അറിയാമോ? ഇതിൽ വീണ അതിലൊരു കക്ഷിയല്ല. വീണ സിനിമ ഇൻഡസ്ട്രിക്ക് പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്. പക്ഷേ സന്ദീപ് സേനൻ അതിലൊരു കക്ഷിയാണ്, സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് അത് ഹൈലൈറ്റ് ചെയ്യണം. അങ്ങേക്ക് അതെ, ഇപ്പോൾ പൊതുപ്രവർത്തകയാണ്.
ഇനി അങ്ങ് ആ ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്നുണ്ട്, അങ്ങേക്ക് ഈ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലല്ല നിൽക്കുന്നത്. ഈ റിപ്പോർട്ട് ഔദ്യോഗിക സ്വഭാവമുള്ള സർക്കാരിന്റെ താല്പര്യപ്രകാരം സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ട് അതിൽ ഇത്രയും വർഷം എന്തു ചെയ്തു എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. അത് തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അടിസ്ഥാനമില്ലാത്തതാണ്, അത് ശരിയാണെങ്കിൽ അടിസ്ഥാനമുള്ളതാണെങ്കിൽ അതിലെന്ത് ചെയ്തു, ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ പിന്നെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് എന്തിനാണ് ഈ ഇത് ചെയ്തത് എന്നേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഇത് 5-6 കൊല്ലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉയർന്ന ചോദ്യം ന്യായം തന്നെയാണ്. ഈ 6 കൊല്ലത്തിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി 2017 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 17 മുതൽ 19 വരെ ഇതിന്റെ എല്ലാ തെളിവെടുപ്പുകളും നടത്തുന്നു. അപ്പം അന്നോളം ഉണ്ടായിരുന്ന സിനിമയ്ക്കകത്തുള്ള വിഷയങ്ങൾ പലതും, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് മുന്നുള്ള വിഷയങ്ങൾ വരെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഹേമ കമ്മിറ്റിക്കകത്ത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനുശേഷം ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയ്ക്കകത്ത് തന്നെ സംഭവിച്ചു. വസ്ത്രം മാറാനായിട്ടുള്ള സംവിധാനങ്ങൾ, അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇതെല്ലാം മാറി വരുന്നു. ഈ ടോയ്ലറ്റ് ഉൾപ്പെടെ ഇന്ന് സിനിമയിൽ സജീവമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അത് വീണ്ടും പക്ഷേ കാലോചിതമായ ക്രിമിനൽ പ്രവർത്തനം കൂടി പരിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവയുടെ കേന്ദ്രമായി അധോലോക സംഘങ്ങളായി അവർക്കൊക്കെ താമസിക്കാൻ കഴിയുന്ന, അവർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ലഹരി ഉപയോഗം അടക്കമുള്ളവർക്ക് സങ്കേതമായി സിനിമ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അധോലോകം എന്ന് പറയുന്ന വാക്കൊക്കെ പണ്ടേ മണ്ണിട്ട് മൂടിയതാണ്. ഇവിടെ ഒരു അധോലോകവും ഇല്ല. ഈ അധോലോകം ഉണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ബാക്കിയുള്ള ഈ സമൂഹത്തിലുള്ള എല്ലാ പവർ സെന്റേഴ്സും എല്ലാം ഈ അധോലോകത്തിൽ ഉൾപ്പെടേണ്ടതാണ്. സിനിമ മാത്രമല്ല, അതിനകത്ത് എല്ലാവരും ഉണ്ടാവും. ഇവരെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഉണ്ടാവണമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിതമായി നടക്കുന്നു. ഒരു ആഡംബര ഫ്ലാറ്റ്, ഇവിടുത്തെ ഒരു ഛായാഗ്രാഹകന്റെ പേരിലുള്ള ഒരു ഫ്ലാറ്റ്, അവിടെ മറ്റ് ആളുകൾ, അതായത് കുടുംബ സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് വന്നവരൊന്നുമല്ല. അദ്ദേഹം പോലും അവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവിടേക്ക് എത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, ലഹരി അടക്കം പോലീസ് പിടിക്കുന്നു. ഇതിനൊക്കെ അധോലോകം എന്നല്ലാതെ വേറെ എന്താണ് പറയാ? അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അത് പിടിക്കുന്നതിന് അധോലോകം എന്നാണോ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത് തികച്ചും സംഭവിച്ചത് തെറ്റാണ്. 100% സിനിമയെ അതിനകത്ത് ഫെഫ്ക എന്ന് പറയുന്ന ടെക്നീഷ്യൻസിന്റെ സംഘടന സത്വര നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന ഹൈബ്രിഡ് ആണെങ്കിലും ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിന്റെയും എല്ലാം അതിപ്രസരം ഉണ്ടായത് ഈ നേരത്തെ ശ്രീമതി വീണ നായർ പറയുന്നുണ്ട് 8-9 കൊല്ലത്തിന് മുമ്പ് മുതൽ തുടങ്ങിയതാണെന്നുള്ളത്. ശരിക്കുമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാർ നിരോധനം സംഭവിച്ചതിന് ശേഷം ഉണ്ടായതാണ്. ബാർ നിരോധനം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം ഡ്രഗ്സിന്റെ അതിപ്രസരം ഇവിടെ ഉണ്ടായത്. അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സംഭവിച്ച കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലത് നിർത്തലാക്കപ്പെട്ടപ്പോൾ മറ്റ് ലഹരികളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വയസ്സ് മുതൽ ഉള്ളവർക്ക് ഇന്ന് 20 വയസ്സായി, അല്ലെങ്കിൽ 15 വയസ്സുള്ളവർക്ക് 25 വയസ്സായെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാതെ വന്ന ഒരു ലഹരി അവർ മറ്റൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് തീർച്ചയായിട്ടും അത് ഗ്രാസ് റൂട്ട് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് ഞാനത് എടുക്കുന്നു ശ്രീ സന്ദീപ് സേനൻ. പക്ഷേ കള്ളില്ലാതായാൽ കഞ്ചാവ് എന്ന നിലയ്ക്ക് ആളുകൾ ചിന്തിക്കുമ്പോൾ ആ കഞ്ചാവ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സർക്കാർ സംവിധാനത്തിന് കീഴിൽ വിറ്റഴിക്കുന്ന ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. സർക്കാർ നിരോധിച്ചിട്ടുള്ള നിയമപരമായി അത് അവിടെയാണ് പ്രശ്നം. ആ വിജിലൻസ് കൂടി സർക്കാരിന് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ്.